ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന എടുത്തനായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം കർത്താവിൻ്റെ ദാസനും ദാസിയും നമുക്ക് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ കർത്താവ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവജനത്താൽ വീണ്ടും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം കൂടെ എളിവിൻ്റെ ജീവിതത്തിലും കർത്താവ് തന്നതോർത്ത് കർത്താവിനെ നന്ദി പറയുന്നു. യോബിൻ്റെ പുസ്തകം 42:2 നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ള വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ധ്യാനിച്ചു വരുന്നത്. അത് ഒരു ബൃഹത്തായ വിഷയമാണ്. എന്നാൽ ഈ ഒരു ചിന്ത, ഈ ഒരു വിഷയം, ഈ ഒരു സത്യം ദൈവജനത്തിൻ്റെ എല്ലാ താളുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതൊരു ആത്മീയ ശുശ്രൂഷയും ദൈവജനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തപ്പെടേണ്ടത്. ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്ത്, അതിൽ വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ആത്മാവിൻ്റെ സഹായം കൂടാതെ ഒരു ദൈവദാസന് അത് വ്യാഖ്യാനിച്ച് കൊടുക്കുവാനും കഴിയുകയില്ല. ആത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കില്ല. അതിനാൽ തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരു ചിന്ത, അതായത് ദൈവം പരമാധികാരിയാണെന്നുള്ള ഈ ചിന്ത ഒരു ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ഉളവായി വരണം. അത് ഒരിക്കലും മാറിപ്പോകേണ്ട ഒരു ചിന്തയല്ല. ഒരു സംശയം കൂടാതെ ദൈവമാണ് പരമാധികാരി എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ അത് എഴുതണം. അതാണ് ഈ പഠനം കൊണ്ട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ളത് ദൈവം ആരാണെന്നുള്ളതിൻ്റെ സ്വാഭാവിക പരിണിത ഫലമാണ്. ദൈവമാണോ അവൻ പരമാധികാരിയാണ്? പരമാധികാരി എന്ന ആരെയെങ്കിലും കുറിച്ച് പറയാൻ, വിശേഷിപ്പാൻ കഴിയുമെങ്കിൽ അത് ദൈവം മാത്രം. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പലപ്പോഴും ആ വാക്യം കൂടെ വായിച്ചാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. ധന്യനായ ഏകാധിപതി എന്നാണ് അവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹീ ഹൂ ഈസ് ദ ഓൺലി സോവറിൻ. എന്നാൽ സോവറിനിറ്റി എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോവറിനിറ്റി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ഇച്ഛിക്കാതെ ഒന്നും തന്നെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ അത് ഇച്ഛിക്കുന്നു. മാത്രമല്ല, സംഭവിച്ചത് ഒരു പ്രത്യേക നിലയിൽ സംഭവിച്ചത് ദൈവം ഇച്ഛിച്ചതിനാലാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അന്വർത്ഥമാണ്, പൊതുവിലും പക്ഷേ പ്രത്യേകിച്ചും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. ഈ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇച്ഛിക്കുക. ഇപ്പോൾ ഒരു കാര്യം ഒരു പ്രത്യേക നിലയിൽ നടക്കണമെന്ന് നിശ്ചയിക്കുക. ഇപ്പം രാവിലെ 10 മണിക്കാണ് ഇവിടെ ആരാധന തുടങ്ങേണ്ടതെന്ന് ഇച്ഛിക്കുക. അത് ഇച്ഛിച്ചാൽ മാത്രം നടക്കൂ. രാവിലെ അത് നടത്തിയെടുക്കണം. ഇത് രണ്ടും ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മളൊരു കാര്യം ഇച്ഛിച്ചാൽ അത് ആ നിലയിൽ നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമാണ്. നമ്മളിപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ നിശ്ചയിക്കുകയാണ് 10 മണിക്ക് ഇവിടെ ആരാധന തുടങ്ങണം. കൗണ്ടി പറയാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് നടക്കൂ. പക്ഷെ ദൈവം അങ്ങനെയാണോ? ദൈവം ഒരു കാര്യം ഇച്ഛിച്ചാൽ അത് നടത്തിയെടുക്കാനുള്ള എല്ലാ റിസോഴ്സും ദൈവത്തിനുണ്ട്. സോ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ പരമാധികാരിയാണെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല, ഭൂമി നമുക്ക് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ചെറിയൊരു പൊട്ട് മാത്രമാണ്. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ഈ യൂണിവേഴ്സിൻ്റെ ഒരംശം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അനന്തമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഗോളത്തിൽ ഏറ്റവും 8-ാം സങ്കീർത്തനത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും
നോക്കുമ്പോൾ മനുഷ്യനെ നീ ഗണ്യമാക്കാൻ അവനെന്ത്, മർത്തൃപുത്രനെ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ചെറിയൊരു ഗോളമായ ഭൂമിയുടെ ഒരറ്റത്ത് ജീവിക്കുന്ന നമുക്ക് ദൈവം പരമാധികാരിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിശ്വാസം. ദൈവം ഇച്ഛിക്കാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിക്കുന്നു. സംഭവിച്ചത് ആ നിലയിൽ സംഭവിച്ചത്. നോക്കിക്കോ, നമ്മുടെ ജീവിതത്തിലും ആ നിലയിൽ എന്ന് പറയുന്ന പലവിധം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ നിലയിൽ സംഭവിച്ചത് ഒരു ദൈവവേദന എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും, അത് ദൈവം ഇച്ഛിച്ചതിനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ, വിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു പ്രത്യേക നിലയിൽ നടക്കണമെന്ന് നിശ്ചയിക്കുക മാത്രമല്ല, അത് അപ്രകാരം നടത്തിയെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാഡ് ഈസ് നോട്ട് റിയാക്ടിങ്. റിയാക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികരിക്കുക. ഒരുവൻ വന്ന് തന്നെ ഇങ്ങനെ നടിച്ചപ്പോൾ ഞാൻ ഉടനെ തിരിച്ച് ഇങ്ങനെ അടിക്കും. അങ്ങനെ പ്രതികരിക്കുന്നവനല്ല ദൈവം. എന്ന് പറഞ്ഞാൽ ഗാഡ് ഈസ് നോട്ട് റിയാക്ടിങ് ടു പ്രോംപ്റ്റ്സ്. ആരെങ്കിലും ഒരു പ്രേരണ കൊടുക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു പ്രതികരണ സ്വഭാവമുള്ള ഒരു സത്വമല്ല ദൈവം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഗാഡ്സ് ആക്ഷൻസ് ആർ പർപ്പസ്ഫുൾ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉദ്ദേശപൂർവമായിട്ടാണ് ചെയ്യുന്നത്, ഡെലിബറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ അങ്ങ് ചെയ്യുകയല്ല. കാര്യങ്ങളോട് ദൈവം അങ്ങ് പ്രതികരിക്കുകയല്ല. പിശാച് ഒരു കാര്യം ചെയ്യുന്നു, ദൈവം അതിന് റിയാക്ട് ചെയ്യുന്നു. അതാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത. നോ, ദൈവമാണ് അപ്പർ ഹാൻഡ്. പിശാച് ഒരു കാര്യങ്ങൾ ചെയ്തെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. God's actions are purposeful and it is deliberate. മനഃപൂർവ്വമാണ്. അതായത് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രേരണകൾക്ക് വിധേയമായിട്ടല്ല ദൈവം ഒരു കാര്യവും ഈ ഭൂമിയിൽ ചെയ്യുന്നത്. തൻ്റെ ഇഷ്ടം നിവർത്തിക്കുക. അത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരമാണ് ദൈവം സകലവും ചെയ്യുന്നത്. തിരുഹിതത്തിൻ്റെ പ്രസാദം എന്നൊക്കെ പറയുമ്പോൾ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. തിരു ഇഷ്ടം. ദൈവത്തെക്കുറിച്ച് പറയുന്നത് തിരുഹിതത്തിൻ്റെ പ്രസാദം. നമ്മൾ ഈ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം ദൈനംദിന നടത്തിപ്പിൽ എന്നുള്ള വിഷയമാണ്. മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരം രക്ഷയിൽ, അവസാനമായി ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഇച്ഛയും അല്ലെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും, ആ വിഷയം കൂടി ചിന്തിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ദൈവം ജസ്റ്റ് അവിടെ ഇരുന്ന് കാര്യങ്ങളോട് പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ദൈവം തൻ്റെ ഉദ്ദേശ നിവർത്തീകരണത്തിനായി മനഃപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഉന്നതമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവം എന്നുള്ള ആ പ്രസ്താവന. കാരണം ഓരോ സെക്കൻഡിലും ദൈവം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു പ്രേരണകൾക്കും വിധേയമായിട്ടല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ ഈ രാജാക്കന്മാരായിട്ടുള്ളവരും അധികാരസ്ഥരും ഒക്കെ സ്വാധീനങ്ങൾക്ക് വഴങ്ങാറുണ്ട്. അങ്ങനെ ഒരു സ്വാധീനത്തിനും ദൈവം വഴങ്ങത്തില്ല. പ്രാർത്ഥനകളുടെ മറുപടികൾ തന്നെ എടുത്തു. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ മറുപടി തരുന്നു, അല്ലേ? അത് നമ്മുടെ അനുഭവമാണ്. ഞാൻ പ്രാർത്ഥിച്ച എത്രയോ പ്രാർത്ഥനകൾ ദൈവം കേട്ടു, മറുപടികൾ തന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ദൈവം കേട്ടു, മറുപടികൾ തന്നു. നമ്മൾ ദൈവസന്നിധിയിലും മറ്റുള്ളവരോടും പറയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കി. ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു, അല്ലേ? അങ്ങനെയല്ല ദൈവം പറയണ്ടേ? പക്ഷേ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടാണോ മറുപടി തന്നെ? അല്ലല്ല, അത് പറയുന്നത് നമ്മൾ പറയുന്നത് അത് അല്ലെന്ന് പറയാൻ കാര്യം ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷെ അതിനപ്പുറം ഒരു കാര്യമുണ്ട്. നമ്മൾ ആരാണ്ട് പറഞ്ഞു ഇവിടെ, ദൈവഹിതം എന്നുള്ളതാണ് വിഷയം.
പ്രാർത്ഥിച്ചത് കൊണ്ട് മറുപടി ലഭിക്കണമെന്നില്ല. ദൈവം ഇച്ഛിച്ചു ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ നൽകാൻ. ഇച്ഛിച്ചില്ലായിരുന്നെങ്കിലോ? ഇനി മുന്നോട്ട് അതാ പറഞ്ഞേ. അപ്പോൾ പ്രാർത്ഥന കേട്ടു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ ഇച്ഛ ഉള്ളതിനാലാണ് ആ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ നിനക്ക് തന്നത്, അല്ലേ? നീ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ടല്ല, എൻ്റെ ഹിതമായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം. അപ്പോൾ അവിടെ അപ്പർ ഹാൻഡ് ആർക്കാ? മഹത്വം ആർക്കാ പോകുന്നേ? പ്രാർത്ഥിച്ചുകൊണ്ടാണോ? നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, തീർച്ചയായിട്ടും പറയും, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം പറയുമ്പോൾ എൻ്റെ ഹിതമായിരുന്നു മോനെ അത്. അവിടെ ആ ചിന്ത ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ, ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അതാണ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചിന്തിച്ചതാണ്. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനകൾക്ക് പിന്നെ മറുപടി തരണമേ എന്ന് പോലും പറയേണ്ട കാര്യമില്ല. കാരണം അത് തരുമല്ലോ. കാരണം അവൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചോദിക്കുന്നേ. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അരുളുമ്പോൾ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ഹിതമായിരുന്നു നിനക്ക് ഉത്തരം നൽകാൻ. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആരുടെ ഹിതമാണ് നിവർത്തിച്ചത്? നമ്മുടെ ഹിതമാണോ ദൈവഹിതമാണോ? ദൈവഹിതം. അപ്പോൾ ഒരു വിഷയത്തിൽ പ്രാർത്ഥനയിൽ മറുപടി കണ്ടെത്തിയാൽ അത് അപ്രകാരം സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു, ഇച്ഛിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയുടെ ക്രെഡിറ്റ് ദൈവത്തിന് മാത്രമാണ്, മഹത്വം ദൈവത്തിന് മാത്രമാണ്, പുകഴ്ച ദൈവത്തിന് മാത്രമാണ്, ആരാധന ദൈവത്തിന് മാത്രമാണ്. നമുക്കൊന്നും പറയാനില്ല. ദൈവഹിതമായിരുന്നു എനിക്കത് ലഭിക്കുവാൻ, എനിക്ക് തരുവാൻ. അപ്പോൾ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന മാത്രമാണോ ദൈവം കേൾക്കുന്നതെന്ന് വേണേൽ ചോദിക്കുക. നമ്മൾ ഉടനെ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന എടുക്കും. അപ്പോൾ ദൈവത്തിനൊന്നും 2 ഹിതമുണ്ടോ? അങ്ങനെ ദൈവത്തിന് മാറ്റമില്ലെന്നല്ലേ നമ്മൾ പറയുന്നേ? മാറ്റമില്ലാത്തവൻ, തെറ്റുപറ്റാത്തവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ദൈവം മനസ്സ് മാറ്റിയോ? ആ 15 വർഷം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിച്ചുകൊണ്ടല്ലേ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേ. അപ്പോൾ അവിടെ ആരാ ഇച്ഛിച്ചേ? ഈ മനുഷ്യൻ ചോദിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. ചോദിച്ചുകൊണ്ട് കിട്ടുമോ? ആഗ്രഹിച്ചതുകൊണ്ട് കിട്ടുമോ? ഇച്ഛിച്ചത് കൊണ്ട് കിട്ടുമോ? 15 വർഷം പോയിട്ട് 15 സെക്കൻഡ് കിട്ടുമോ ഹിസ്കിയാവിന്? അപ്പോൾ അവിടെ ആരാ ഇച്ഛിച്ച്? ദൈവം ഇച്ഛിച്ച്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഈവിൾ ചെയ്തോ? കാരണം ഈ മനുഷ്യനെ എക്സ്റ്റൻഷൻ 15 വർഷം കൊടുത്തുകൊണ്ട് സംഭവിച്ചത് എന്താ? മനസ്സേ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ഒരു മോനെ ജനിപ്പിച്ചു ആ സമയം കൊണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നാം അങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴുണ്ടല്ലോ, ദൈവം ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യൻ്റെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇത് രക്ഷയോടുള്ള ബന്ധത്തിൽ 11 അധ്യായങ്ങളിൽ ചിന്തിച്ചിട്ട് അവസാനം പൗലോസ് ഗിവപ്പ് ചെയ്തിട്ട് പറയുക, ദൈവത്തിൻ്റെ ജ്ഞാനം, അവൻ്റെ അറിവിൻ്റെ ആഴം, അവൻ്റെ ചിന്തകളെ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും? സകലവും അവനിൽ നിന്നും അവനിലേക്കും അവനാലും ആകുന്നല്ലോ. അവൻ എന്നേക്കും മഹത്വം. എല്ലാ വിഷയത്തിലും ഇതാ, രക്ഷ മാത്രമല്ല, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ പരമാധികാരികമായ കൈകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനയുടെ മറുപടി ഒരു വിഷയം മാത്രമാണ്, ഒരു ചെറിയ വിഷയം. ആമേൻ. ഇവിടെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ദൈവവചനം പഠിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് പോകുന്നത്. ഈ ദൈവമാണ് എല്ലാത്തിൻ്റെയും പ്രഥമ കോസ് എന്ന് പറയാം, ഫസ്റ്റ് കോസ് എന്ന് പറയാം. ഈ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനം 8:28 വായിക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളം ദൈവത്തോട് നന്ദിയാൽ നിറയാറുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു സകലവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ഗാഡ്
കോസസ് ഓൾ തിങ്സ്. ദൈവം കോസസ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കോസസ് ഓൾ തിങ്സ്, സകലവും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിൽ നമുക്ക് ആരോട് പറയാം? Because the Bible says he causes all things for good. സകലം എന്തിനു വേണ്ടി ചെയ്യുന്നേ? നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഫസ്റ്റ് കോസ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒരു രാജ്യത്ത് ഫാമിൻ ഉണ്ടാകണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ ആ ഫാമിൻ ഉണ്ടാകേണ്ടതിന് ഒരു സെക്കൻഡറി കോസ് വേണം. അതെന്താണ്? എന്തോ ഉണ്ടാകണം? ഫാമിൻ, ക്ഷാമം ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിന് കോസായിട്ട് സെക്കൻഡറി ആയിട്ട് ഉണ്ടാകേണ്ടത്? വരൾച്ച ഉണ്ടാകണം. ദാറ്റ് ഇസ് എ സെക്കൻഡറി കോസ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഫസ്റ്റ് കോസും കാണാം, സെക്കൻഡറി കോസും കാണാം. സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ ഇതാണ്: ദൈവം തൻ്റെ ഹിതത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഭൂമിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. ഭൂമിയിലെ ഓരോ കാര്യങ്ങളും താൻ ഉപയോഗിക്കുന്നു, ഇൻക്ലൂഡിങ്, ശ്രദ്ധിച്ച് കേൾക്കണേ, പിശാച് പോലും. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ടൂള് മാത്രമാവൻ. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ചട്ടുകം മാത്രമാണ് പിശാച്. ഒരു വിധത്തിലും അവന് മഹത്വം കൊടുക്കുമാർ ഒരു വാക്കെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു ചട്ടുകം മാത്രമാണ് പിശാച്. ഞാൻ പലപ്പോഴും ഉള്ളുകൊണ്ട് വേദനിക്കുന്നൊരു വിഷയം, ക്രിസ്തുവിനെ പ്രസ്താവിച്ചില്ലെങ്കിൽ പോട്ടെ, പക്ഷെ പിശാചിനെ ഉയർത്തുന്ന പുൾപിറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആത്മീക ഗോളം. ക്രിസ്തുവിനെ ഉയർത്തുന്നില്ല എന്നുള്ളത് ഒരു സൈഡിലുണ്ട്, പക്ഷേ പിശാചിൻ്റെ നാമം ഉയർത്തപ്പെടുകയും പിശാചിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. വേദന അവർക്ക്. ക്രൂശിൽ അവൻ്റെ തലയെ തകർത്ത് അവൻ്റെ ആയുധവർഗത്തെ അടിയറ വെപ്പിച്ചിട്ടും ഇപ്പോഴും അത് വിശ്വസിക്കാത്തൊരു വിശ്വാസ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ദൈവമാണ് പരമാധികാരി. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ അധികാരത്തിനും അവൻ്റെ നിയന്ത്രണത്തിനും വിരുദ്ധമായി ഈ ഭൂമിയിലോ ഈ പ്രപഞ്ചത്തിലോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഒന്നും തന്നെ സംഭവിക്കുകയില്ല. മഹത്വം മുഴുവനും ഒരംശം പോലും നമുക്കോ മറ്റുള്ളവർക്കോ പിശാചിനോ പോകരുത്. അത്രയ്ക്ക് പരമാധികാരിയാണ് ദൈവം. രക്ഷയോടുള്ള ബന്ധത്തിലൊക്കെ പരമാധികാരം നാം ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. ഭാവിയായിരുന്ന എന്നെ, ഒരു യോഗ്യതമില്ലാതിരുന്ന എന്നെ, പുറം പറമ്പിൽ എറിയപ്പെട്ടിരുന്ന എന്നെ, അവന്റെ പുത്രൻ അനാദിയിൽ ഞാൻ ജനിക്കും മുമ്പേ, മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിക്കും മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ തെരഞ്ഞെടുക്കുവാൻ അവന് ഹിതമായി. അതാ ദൈവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. When you and I know that in our heart, നമ്മൾക്ക് പിന്നെ യാതൊരു കൂസലുമില്ലാതെ ഈ ലോകം, ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും. അത് ഇകഴ്ത്തി നമ്മുടെ ഉള്ളിൽ എഴുതണം, ആണി പോലെ എഴുതണം. എൻ്റെ ദൈവം പരമാധികാരിയാണ്. അവൻ്റെ നിയന്ത്രണത്തിന് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിക്കുവാനും പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മൾ ഒരു ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കാരൻ തോന്നി. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, 55-ാം സങ്കീർത്തനത്തിൻ്റെ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, നിന്റെ ഭാരവഹങ്ങൾ ഇട്ട് കൊടുക്കുക, അവൻ തന്നെ നിരത്തും പുറത്തും നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാൾ സമ്മതിക്കില്ല. അത് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ വചനത്തിന് ശക്തിയുണ്ട്. അത് മന്ത്രമല്ല, അത് ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമാകിയാൽ അത് നമ്മളിൽ വിശ്വാസം ഉളവാക്കും. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിൻ്റെ പരമാധികാരം. അവൻ്റെ നിയന്ത്രണത്തിന് വിരുദ്ധമായി ഒന്നും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സഭയിലോ നമ്മുടെ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ സംഭവിച്ചിട്ടില്ല. ഇതിന് മറുവശമുണ്ട് കേട്ടോ. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള വിഷയം ദൈവം അനുവദിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് അന്നേരം ചിന്തിക്കാം. ദൈവം പരമാധികാരിയാണെങ്കിലും മനുഷ്യനൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും ഒരു റെയിൽവേ പാളം പോലെ. റെയിൽവേ പാളത്തിന് എന്തോ ഉണ്ട്? 2 ട്രാക്ക് ഉണ്ട്. അതാ കറക്റ്റ് വാക്ക്. ഒരുപോലെ പോകുന്നേ.
ഒരു വല പോന്നി. മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം പരമാധികാരിയാണെന്ന് പറഞ്ഞ് താടിക്ക് കൈയും കുടിച്ചിരിക്കാനല്ല നമ്മളോട് പറഞ്ഞേ. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ അത് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ദൈവമാണോ പരമാധികാരി, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിലാണോ കാര്യങ്ങൾ നടക്കുന്നത്? എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ പരമാധികാരം. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനും ദൈവവും ഒരുപോലെയാണെന്ന് പറയത്തില്ല. അങ്ങനെയല്ല, മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എങ്കിലും അതുകൊണ്ടാണ് മനുഷ്യൻ്റെ, പ്രത്യേകിച്ചും ദൈവമക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യനൊന്ന് നിരൂപിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ഹിതമാണ് നിവർത്തിക്കുന്നത്. അപ്പോൾ എന്താ? മനുഷ്യൻ്റെ നിരൂപണവും ദൈവത്തിൻ്റെ ഹിതവും അല്ലേ? ദൈവത്തിന് എപ്പോഴും അപ്പർ ഹാൻഡാണുള്ളത്. ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ദൈവം തൻ്റെ ഉദ്ദേശം നിവർത്തിക്കേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ഈ ലോകത്തിലെ തന്നെ സകലവും. പിശാച് പോലും. നമ്മൾ യോബിൻ്റെ ചരിത്രം നമുക്ക് കാണാപ്പാടല്ലേ? അവിടെ സത്യം പറഞ്ഞാൽ ദൈവം പിശാചിനെ ഉപയോഗിക്കുകയല്ലേ എന്ന് ചിന്തിച്ചാൽ, അതാ പിശാചിന് മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ല. പക്ഷെ God was using Satan to prove that this saint is truly a saint. ഇവൻ എന്നെ സേവിക്കുന്നത് ഈ 10 മക്കളെ കണ്ടോ, മറ്റ് ആടുമാടുകളോ പിന്നെ ഒന്നും കണ്ടല്ല എന്ന് ദൈവം പ്രൂവ് ചെയ്തു. ആർക്ക് പ്രൂവ് ചെയ്തു? പിശാചിന് മാത്രമല്ല, നമുക്കും പ്രൂവ് ചെയ്തേക്കാണ്. നമുക്കും അറിയാം ആ മനുഷ്യർ ഇതൊന്നും കണ്ടിട്ടല്ല സേവിച്ചത് ദൈവത്തെ. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് വെളിപ്പാടിൻ്റെ ഒരു വർധനവൂടെ ഉണ്ടായി. പറയാം, ഞാനൊരു കേൾവി മാത്രമേ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ നിന്നെ മുഖാമുഖം കാണും. ഇതിനകത്തെല്ലാം പാഠങ്ങളുണ്ട് നമുക്ക്. ബട്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം പിശാചല്ല, ദൈവമാണ്. സകലത്തിൻ്റെ മേലും അടക്കി വാഴുന്ന ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണും. ആമേൻ. പിശാചിന് ഒരിക്കലും ഒരു കാലത്തും ക്രൂശിനപ്പുറത്തോ ഇപ്പുറത്തോ ഒരു കാലത്തും ദൈവം അനുവദിക്കാത്ത ഒരു കാര്യവും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശം അവനില്ല. ദൈവം അത്രയ്ക്കും പരമാധികാരിയായ ദൈവമാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ എന്നോട് തന്നെയും നമ്മളോട് ഓരോരുത്തരോടും പറയുക. ദൈവത്തിൻ്റെ ഈ പരമാധികാരത്തെ നേരിട്ടോ പരോക്ഷമായോ കുറച്ചു കാണിക്കത്തക്കവണ്ണം സ്വയമായോ മറ്റു മനുഷ്യരെയോ പിശാചിനെയോ നാം ഉയർത്തരുത്. അങ്ങനെ ഉയർത്തിയാൽ സംഭവിക്കുന്ന അതിന് പറയുന്ന പേരാണ് ദൈവനിന്ദ എന്ന്, ബ്ലാസ്ഫമി എന്നതിന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ ഉയർത്തേണ്ടതിന് പകരം സ്വയമോ മനുഷ്യനെയോ പിശാചിനെയോ ഉയർത്തിയാൽ അതിന് പറയുന്നതാണ് ദൈവനിന്ദ. അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഏതെല്ലാം അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും അവിടെയെല്ലാം ഒരു വാക്കിലെങ്കിലും ഈ ദൈവത്തെ ഉയർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. അതൊന്ന് സാക്ഷി പറഞ്ഞാലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടിനകത്തുനിന്നും ദൈവത്തെ അല്ല ഉയർത്തുന്നത്. ഞാൻ, എനിക്ക്, എൻ്റെ, ഇതല്ലാതൊരു പാട്ടിറങ്ങുന്നുണ്ട്. ഇപ്പോൾ പഴയ പാട്ടുകൾ നോക്കി, നമ്മളിപ്പോൾ പാടിയ പാട്ടിനകത്ത് എല്ലാം എന്തൊക്കെയാണ് പറയുന്നത്? ചില പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചേക്കുക. നാഗൽ സാഹിബിൻ്റെ ഒക്കെ പാട്ട് നോക്കിയോ, രക്ഷയുടെ ആ പ്രോസസ്സ് തന്നെ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചേക്കുകയാണ്. ചില പാട്ട് പാടിയാൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് എന്തുവാ? ഞാൻ, എനിക്ക്, എൻ്റെ, എനിക്കെന്തുവാ. ഇതല്ലാതെ ഒന്നും ഇറങ്ങുന്നില്ല. പക്ഷെ നമ്മൾ ഒരു പ്രത്യേക ജനമായ ദൈവം വിളിച്ചിരിക്കെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തി കൊണ്ടും ദൈവനാമ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുന്നതായിരിക്കണം. അല്ലാത്തത് ദൈവത്തിന് അറപ്പാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. നാം പലപ്പോഴും ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റെറപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്കിന്നൊന്ന് ആരാധിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നാം ആ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് 50 മിനിറ്റ് എത്ര മിനിറ്റ് ആണെങ്കിലും നമുക്കൊന്ന് ഇമോഷണലി സ്റ്റെറപ്പാൻ കഴിഞ്ഞു, നമുക്കൊന്ന് കരയാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ആരാധന. ഇതെല്ലാം ആരാധനയുടെ ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആരാധന എന്നത് 12-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു യാഗമായി സമർപ്പിക്കുന്നതാണ്. അത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക.
ഇങ്ങനെ യാഗമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വരുന്നതല്ല ആരാധന. അവൻ കൊടുക്കുന്നത് ആരാധനയായിട്ടായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല അവൻ കൊടുക്കുന്നത്. അവനൊരു സ്തോത്രം പറയുന്നത് ആരാധനയായിട്ട് ദൈവം സ്വീകരിക്കും. അവൻ സ്നേഹത്തിലും മറ്റുള്ള എല്ലാ നിലകളിലും അവൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് മുമ്പിൽ സുഗ്രാഹ്യമായ ഒരു ആരാധനയായിരിക്കും. അനേക തെളിവുകൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെപ്പറ്റി വചനത്തിൽ നാം കണ്ടായിരുന്നു. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഗാഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ. അതാ ദൈവസഭയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനെന്നുള്ള വ്യക്തിയോ പാസ്റ്റർ എന്നുള്ള വ്യക്തിയോ ഇവിടെ ഇല്ലെങ്കിൽ ദൈവസഭ നിൽക്കത്തില്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പീപ്പിൾ. ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല ദൈവസഭ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയല്ല ദൈവസഭ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കൾച്ചർ. കൾച്ചറിനെ അടിസ്ഥാനമാക്കിയല്ല ദൈവസഭ നിൽക്കുന്നത്. അനാദിയിലുള്ള ദൈവത്തിൻ്റെ നിർണയമാണ് ദൈവസഭ. അത് വ്യക്തിയെയോ സാഹചര്യങ്ങളെയോ സന്ദർഭങ്ങളെയോ സമ്പത്തിനെയോ ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. കർത്താവ് സഭയെപ്പറ്റി 2-3 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. 2-3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇടർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവനോട് സംസാരിക്കണം, അവൻ അത് കേട്ടില്ലെങ്കിൽ സഭയെ അറിയിക്കണം എന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് പറഞ്ഞത് ഒരു പ്രസ്താവനയാണ്, വിജയപ്രസ്താവനയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ഈ സഭയ്ക്കും അത് ആപ്ലിക്കബിളാണ്. നമ്മൾ വേവലാതി പെടേണ്ട കാര്യമില്ല. ദൈവം പറഞ്ഞൊരു വാഗ്ദത്തത്തിന്മേലെ നാം നിൽക്കുന്നത്. നാം അല്ല സഭ പണിയുന്നത്, കർത്താവ് പണിയുന്നത്. നമ്മൾ അതിനകത്ത് വെറും ഒരു ടൂള് മാത്രമാണ്. ദൈവം നമ്മെ ഉപയോഗിച്ചെങ്കിൽ അത് ദൈവത്തിന് മഹത്വമാണ്. ദൈവത്തിന് വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം ഇതാ, ഞാൻ വിശ്വസ്തനായതുകൊണ്ടല്ല, അവൻ എന്നെ വിശ്വസ്തനാകാൻ വേണ്ടി വിശ്വസ്തനെന്ന് എണ്ണി വിളിച്ചിരിക്കുന്നതാണ്. അനേകർക്ക് ലഭിക്കാത്ത പദവിയ ദൈവവചനവും പിടിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ മുമ്പിൽ, ദൈവദാസന്മാരുടെ മുമ്പിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരമാണ് ഏറ്റവും വലിയ ധന്യത എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇത് കഴിവോ ഗുണമോ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് 4 വർത്തമാനം പറയാൻ കഴിയാത്ത എന്നെ ദൈവസഭയുടെ മുമ്പിൽ നിർത്തി ദൈവവചനം ഉള്ളതുപോലെ വിഭാഗിക്കുവാൻ തക്കവണ്ണം കൃപ ദൈവം നൽകിയെങ്കിൽ അത് മറ്റാർക്കുമല്ല എൻ്റെ മഹത്വം, അത് ദൈവത്തിന് മാത്രമാണ്. കാരണം ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവസഭയെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്തിൽ പ്രാർത്ഥിക്കണം. ദൈവസഭ നിൽക്കുമോ, അയ്യോ എന്തോ പറ്റും, നോ, അത് വറിയാണ് കാണിക്കുന്നത്, അത് ഭാരത്തെ കാണിക്കുന്നത്. അത് വിട്ട് കളയണം. എന്നിട്ട് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി അതിന് പകരം അത്രയും ഊർജ്ജമെടുത്ത് നാം പ്രാർത്ഥിക്കണം. ചുറ്റുപാടുകൾ കിടക്കുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ വിശ്വാസികളിൽ ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങിത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ നാം വറിയിൽ പ്രാർത്ഥിച്ചാൽ മറ്റു നിലകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുന്നു. ആ വറീസ് വിട്ട് കളഞ്ഞിട്ട് ദൈവം തന്റെ സഭയെ നിർത്തുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു കാര്യമില്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ വാഗ്ദത്തമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ രക്ഷയിൽ എനിക്ക് ഉറപ്പുള്ളത്. കാരണം അവൻ പറഞ്ഞു, ഞാൻ നിന്നെ പിതാവിൻ്റെ സന്നിധി നിർത്താമെന്നൊരു വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ട് രക്ഷയുടെ സമയത്ത്. അതുകൊണ്ടാണ് എൻ്റെ കഴിവിലോ എൻ്റെ ജീവിതത്തിലോ എൻ്റെ വിശുദ്ധിയിലോ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ അവൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുന്നത്. രക്ഷ ഒരു വാഗ്ദത്തമാണ്, ദൈവസഭ ഒരു വാഗ്ദത്തമാണ്, ആത്മാവിൻ്റെ ദാനം ഒരു വാഗ്ദത്തമാണ്. ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ച വാഗ്ദത്തം. നിത്യജീവൻ ഒരു വാഗ്ദത്തമാണ്. ആ ഉറപ്പിലാണ് നാം മുമ്പോട്ട് പോകേണ്ടത്. ഈ ഉറപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നിനക്ക് മുമ്പിൽ കൂടെ ഒരു മുള്ളുവേലി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാം വിശ്വസിക്കുമോ? അവിടെ കിടക്കട്ടെന്ന് പറയും. കാരണം ദാവീദ് പറഞ്ഞേക്കുന്നത് ഞാൻ ഇതിനെ ചാടി കിടക്കുമെന്ന്. അപ്പോൾ പിന്നെ ആ വാക്കിയോടെ പോയി, മുള്ളുവേലിയാണോ നമുക്ക് വേണ്ടത്, അതോ അതിനെ ചാടിക്കിടക്കാണ് ദൈവകൃപ നമ്മിൽ പകർന്നിരിക്കുക. ഇതാണ് പൗലോസിനോട് എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ പിടിച്ച് അവിടെ കെട്ടാൻ പോവാ. പൗലോസ് എന്തോ എന്നാൽ പിന്നെ ഒരു 21 ഫാസ്റ്റിംഗ് എടുത്തേക്കാം. നോ, പൗലോസിനറിയാം, എന്നെ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നതിന് മുമ്പേ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതാ, ഈ നിൽക്കുന്നതിന് ഞാൻ നിനക്ക് തന്നേക്കുക, നീ കൈസരുടെ മുമ്പേ നിൽക്കേണ്ടതാ. ദൈവം വാണിംഗ് ആയിട്ട് ചിലരിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞത് അതിനു മുമ്പിൽ നമ്മൾ മുട്ടുപടക്കി കിടക്കാനല്ല, അതിനെ ഓവർകം ചെയ്യാൻ ഒരു വാണിംഗ് തരിക. കാരണം ദൈവിക വാദത്വം അതിനെ കവിയുന്നതാണ്. നിത്യതയെക്കുറിച്ചുള്ള വാദത്വമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പിൽ
ഏത് തടസ്സങ്ങൾ വന്നാലും നമുക്ക് ഓവർകം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അനേക തെളിവുകൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഗാഡ്. ഹി ഹാസ് ലിമിറ്റ്ലെസ് സോവറിനിറ്റി. റാൻഡം ഇവൻസിൽ ദൈവത്തിൻ്റെ പരമാധികാരം നാം കണ്ടു. ഹല്ലേലൂയ. യാദൃച്ഛികമായ സംഭവങ്ങളെന്ന് നാം പറയുന്ന കാര്യങ്ങളുമേ ദൈവത്തിൻ്റെ പരമാധികാരം കണ്ടു. യാദൃച്ഛികമായ സംഭവം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഒരുവനോട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കുടം കൊണ്ടൊരുത്തൻ ഇങ്ങോട്ട് വരും, അല്ലേ? കുടം ചുമന്നുകൊണ്ട്. ഇതിൻ്റെ കോയിൻസിഡൻസ് എന്ന് നമ്മൾ പറയുമെങ്കിലും അതെല്ലാം ഇച്ഛിച്ചതാ ദൈവം അങ്ങനെ സംഭവിക്കണം, അല്ലേ? ഇതുപോലെ ഏലിയാവിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകുമ്പോൾ സരാപ്തയിൽ ഒരു വിധവയെ കാണും. അവിടെ എത്ര ഒരു വിധവേ ഉള്ളൂ? ഒറ്റ വിധവേ ഉള്ളൂ സരാപ്തയിൽ? അല്ലെന്ന് കർത്താവ് തന്നെ പിന്നെ സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഒരു വിധവ മാത്രമല്ല, ഈ വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവിനെ അയച്ചതെന്ന്. ഇവിടെ നിന്ന് GPS ഉണ്ടായിട്ട് ഇപ്പോൾ വഴിതെറ്റുന്നു. അന്നവിടെ GPS ഉണ്ടായിരുന്നു? നോ. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവസകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കാതിരിക്കുമോ? നോ. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും അത് സംഭവിച്ചുകൂടെ? ദൈവം അത്രയ്ക്ക് പരമാധികാരം. പ്രകൃതിയുടെ മേൽ ദൈവത്തിൻ്റെ പരമാധികാരം നമ്മൾ കണ്ടു. മൃഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരമാധികാരം കണ്ടു. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരമാധികാരം നാം കണ്ടു. മനുഷ്യൻ്റെ തീരുമാനങ്ങളിന്മേൽ ദൈവത്തിൻ്റെ പരമാധികാരം നാം കണ്ടു. ദൈവത്തിൻ്റെ പരമാധികാരം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അവൻ്റെ പരിശുദ്ധിയിലും അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ കരുണയിലും അവൻ്റെ ജ്ഞാനത്തിലും ഒക്കെയാണ്. അവൻ്റെ ആട്രിബ്യൂട്ട്സാണ്. അടുത്ത ചോദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്തത്, ഹൂ ഈസ് റെഗുലേറ്റിംഗ് ദ അഫയേഴ്സ് ഓഫ് ദിസ് വേൾഡ് ടുഡേ? ആരാണ് ഇന്നത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? നമ്മൾ ചില വാക്യങ്ങളൊക്കെ എടുത്ത് വല്ലാതെ മനസ്സിലാക്കാറുണ്ട്. അതായത് ഈ ഭൂമി അതിൻ്റെ പൂർണ്ണത എന്നല്ല, ഈ ലോകം ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ ഭൂമിയെയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പിശാചാണ്. ദൈവമായ സകലത്തെ നിയന്ത്രിക്കുന്നത്. ഏവരി ചെറിയ മോളിക്യൂൾ പോലെ അനങ്ങണമെങ്കിൽ ദൈവം സമ്മതിക്കണം. പക്ഷേ ഈ വേൾഡ് സിസ്റ്റം അത് പിശാചിൻ്റെ കയ്യിലാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം, അല്ലേ? നമ്മൾ അതിനോടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിക്കേ, പറ്റുമോ? നോ, നമ്മൾ വിൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ തന്നെ വ്യവഹാരം തീർക്കാനില്ലേ? ആളുകളൊന്നും ഇല്ലെന്ന് പൗലോസ് ചോദിക്കുന്ന കാര്യം അതാ. അതിനകത്തൊരു വിൻ ഇല്ല നമുക്ക്. ഒരു വിൻ ഉണ്ടെങ്കിൽ, വിക്ടറി ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ടായിരിക്കും. അത് വിക്ടറി ഉണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് വേണ്ടി വരും, പൈസ വേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഓരോരുത്തർ വിക്ടറി നേടുന്നത്. എന്നിട്ട് അത് ദൈവം തന്നെന്ന് പറഞ്ഞിരുന്നിട്ട് സാക്ഷി പറയാവുന്നേ ഉള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തോടൊരു ദൈവബദലിന് പോരാടാൻ സമ്മതിച്ചിട്ടില്ല ദൈവം. അത് വിട്ടുകൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, അത് വിട്ട് കളയാനാണ് പറഞ്ഞേക്കുന്നത്. ഖൊറാവ ചെയ്യുക, സത്യാഗ്രഹം ചെയ്യുക, ജാഥ ചെയ്യുക. തിരുവനന്തപുരത്തൊക്കെ ജാഥ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ സിസ്റ്റമല്ല. ഇതൊക്കെ എവിടെ പോയി? മനുഷ്യൻ്റെ സിസ്റ്റമായത്. കാരണം ഈ ലോകത്തിൻ്റെ സിസ്റ്റവും അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പിശാചിൻ്റെ കയ്യിലാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ വെളിയിലാണ് അവൻ്റെ നിയന്ത്രണം വന്ന്. ആരുടെ? പിശാചിൻ്റെ? നോ. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ് ഈ കടന്ന കളിയെല്ലാം കളിക്കുന്നത്. ആ ഉറപ്പൊരു ദൈവത്തിനുണ്ടാകണം. സോ ഇറ്റ് ഈസ് ആബ്സൊല്യൂട്ട്ലി ഗാഡ് ഹു ഈസ് കൺട്രോളിങ്, ഹു ഈസ് റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നത് ദ അഫയേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നാം പല ചോദ്യങ്ങൾ ചോദിച്ചു. ഒരുവന് 969 വയസ്സ് കൊടുത്തു, മറ്റൊരുവൻ വൂമ്പിൽ തന്നെ മരിച്ചു പോകുന്നു, അല്ലേ? ഒരു കുഞ്ഞ് വൂമ്പിൽ തന്നെ മരിച്ചു പോകുന്നു. ഒരുത്തന് 969 വയസ്സ് ദൈവം കൊടുത്തു. ഒരുത്തന് ആ അത്യപൂർവമായ ശക്തി കൊടുത്തു. ആർക്കാ? ശിംശോന്. എന്തിന്? ഉത്തരം എഫേസ്യരിൽ എഴുതിയിരിക്കുന്ന തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം താൻ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൂവിങ് ദാറ്റ് ഗാഡ് ഈസ് സോവറിൻ. അത് പ്രൂവ് ചെയ്യുന്ന മറ്റൊന്നുമല്ല, ദൈവം പരമാധികാരിയാണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് കണ്ടാൽ മതി, കേരളത്തിലെന്ന് പറഞ്ഞു. കേരളത്തില്ല. പക്ഷേ ഹിസ്കിയാവിന് കൊടുത്ത് 15 വർഷം എക്സ്ട്രാ. എന്നാൽ അതിനൊരു 10 വർഷം ഇതിന് കൊടുത്ത് മോശയ്ക്ക് കൊടുത്താൽ പോരായിരുന്നു, അല്ലെ 1 വർഷം കൊടുത്താൽ പോരായിരുന്നു. നോ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം തൻ്റെ ഉദ്ദേശം നിവർത്തീകരണത്തിന് വേണ്ടി മനുഷ്യരെ സഹിതം ഉപയോഗിക്കുന്ന ദൈവം. അതങ്ങനെ സംഭവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇത് നമ്മുടെ ജീവിതത്തോടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. നാം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതിൽ
ദൈവം തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചാണെന്ന് ഓർത്താൽ എത്ര ആശ്വാസകരമായിരിക്കും അല്ലേ? എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ രോഗം, ഞാൻ ഈ രോഗം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ രോഗം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ്. നോ, അല്ല, ഞാൻ ജനറലി പറയുക. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി ഇല്ലായ്മയോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളോ ഞാനിവിടെ നിന്ന് പ്രസ്താവിക്കുമ്പോൾ എനിക്ക് ധൈര്യം കൂടുക. കാരണം അവൻ പരമാധികാരിയാണ്. ബിക്കോസ് ഹീ ഈസ് സോവറൻ. ദൈവത്തിൻ്റെ ഇച്ഛയില്ലാതെ, നിയന്ത്രണമില്ലാതെ, നിയന്ത്രണത്തിന് അപ്പുറമായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. God is sovereign in exercise of His mercy. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും. എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നും. യാക്കോബ് ഉപായിയാണ്, പക്ഷെ അവനോടാണ് ദൈവത്തിന് കരുണ തോന്നി. യേശാവിനോട് തോന്നിയില്ല. നമ്മിലൊന്നും കണ്ടിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കൊള്ളില്ല. വചനത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തികളും മനുഷ്യൻ്റെ ചിന്തയും എല്ലാം ദൈവത്തിന് മുമ്പിൽ അറപ്പാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം പരിശുദ്ധനും. ഈ രക്ഷിക്കപ്പെടാത്തവർ എന്ന് കൂട്ടിക്കോ, എല്ലാവരും രക്ഷിക്കപ്പെടാത്തവരാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, രക്ഷിക്കപ്പെടാത്തവർ എന്നൊരു കാലം. അവിടെയും ഏറ്റവും ഭക്തിയോടെ ജീവിക്കുന്നുവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എടുത്താൽ പോലും ദൈവത്തിന് മുമ്പിൽ അവൻ അപൂർണനല്ലേ? അവൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. ദൈവം അത്രയ്ക്കും പരിശുദ്ധനാണ്. ദൈവം വസിക്കുന്ന സ്വർഗം പോലും അവനത് പരിശുദ്ധമെന്ന് തോന്നുന്നില്ല എന്നൊരു വാക്യമല്ലേ? നിർമ്മല വലം. അപ്പം ഇതെന്തൊരു പരിശുദ്ധിയാണ്. ഞാൻ എന്നിവിടെ നിൽക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതവന് പരിശുദ്ധമല്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് ഏത് നിലവാരത്തിലാണ് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ നാമമല്ലാത്ത നമുക്കൊന്നും എടുക്കാനില്ല. യേശുവിൻ്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന യാചനയായി മാറണമെന്ന് പറയുന്നേ. ദൈവത്തോട് കൽപ്പിക്കുകയല്ല പ്രാർത്ഥിക്കുന്നത്, നാം യാചിക്കുക. പുത്രനെ മാതൃകയാ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുള്ള കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഉറച്ച നിലവിളി, കണ്ണുനീര്, അഭയാചന, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നാം ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, പുത്രൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ധൈര്യത്തോട് കൃപാസനത്തിലേക്ക് വരാനെന്നൊക്കെ പറഞ്ഞ് നമ്മെ വിളിച്ച് അടുത്ത് വരുത്തിയെങ്കിലും ദൈവത്തിന് മാറ്റമില്ല. അവനിപ്പോഴും പരിശുദ്ധൻ തന്നെയാണ്. അവനിപ്പോഴും പരമാധികാരി തന്നെയാ ആയ ദൈവമാണ്. കൃപ മനുഷ്യർക്ക് കൊടുക്കുന്നതിലും ദൈവം പരമാധികാര. ദൈവം തൻ്റെ സൃഷ്ടിപ്പിൽ പരമാധികാരിയാണ്. ദൈവം മാത്രമുള്ള അവസ്ഥയിൽ സൃഷ്ടിപ്പാൻ തീരുമാനിച്ചത് തന്നെയാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ തെളിവ്. ആരും ആരോടും പറഞ്ഞില്ല സൃഷ്ടിക്ക്, എന്നാൽ പിന്നെ കുറച്ച് മനുഷ്യരെ സൃഷ്ടിക്കുന്ന ആരെങ്കിലും പറഞ്ഞു? നോ, തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം താൻ സൃഷ്ടിച്ചു. നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം ദൈനംദിന നടത്തിപ്പിൽ എന്നുള്ളതാണ്. ദ സോവറിനിറ്റി ഓഫ് ഗാഡ് ഇൻ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഫെയർസ്. ഇന്നും രാവിലെ നമ്മൾ എഴുന്നേറ്റല്ലേ? രാവിലെ എഴുന്നേറ്റു. അതിരാവിലെ എഴുന്നേറ്റു. അതിരാവിലെ എഴുന്നേറ്റിട്ട് ആ സമയം മുതൽ ഈ സമയം വരെ എത്രയോ കാര്യങ്ങൾ നമ്മെ കടന്നുപോയല്ലേ? നാം അറിയാത്തതും അറിഞ്ഞതുമായ കാര്യങ്ങൾ, എത്രയോ ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് കടന്നുപോയി. ഡേ ടു ഡേ അഫെയർസ് എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ചെറിയ ലോകം മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഈ യൂണിവേഴ്സ് ചിന്തിക്കണം, ഈ ഭൂമി ചിന്തിക്കണം. നാം നമ്മുടെ പാർക്കുന്ന ഈ രാജ്യം മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഈ ഭൂമി ആസകലം ചിന്തിക്കണം. ഇവിടെയല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ആ നിലയിൽ തന്നെ നടന്നാലാണ് നേരെ ചൊവ്വ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരു ഭ്രമണപഥത്തിൽ നിന്ന് ഗോളങ്ങൾ തെറ്റിയാലോ? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ തന്നെ വിക്ഷേപിച്ച എത്രയോ സാറ്റലൈറ്റ് ഉണ്ട്. അവർ വിചാരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാണോ ഇതെല്ലാം കറങ്ങുന്നത്? ഇതെല്ലാം കൂടെ ഭ്രമണപഥം തെറ്റി താഴോട്ട് വന്നാലോ? പക്ഷെ നമ്മൾ എന്ത് വിശ്വാസത്തിലായി ജീവിക്കുന്നത്? ഈ സാറ്റലൈറ്റൊക്കെ അതൊക്കെ ഓരോ ഫുട്ബോൾ ഫീൽഡിന് അത്രയും വലിപ്പമുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ഭ്രമണപഥം വിട്ട്, നിയന്ത്രണം വിട്ട് എവിടെയും വരാം. പക്ഷേ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് ഒരു ചെറിയ ചിന്തയെങ്കിലും നമുക്കുണ്ടോ? വി ആർ ടേക്കിംഗ് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ്, റൈറ്റ്?
നമ്മളെല്ലാം ഇത് സാധാരണ ഈ ഇപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ തുടക്കം മുതലേ എല്ലാം പിതാക്കന്മാരുടെ കാലം പോലെ ഇരിക്കുന്നു. ആ ചിന്തയിലേക്ക് വരരുത്. ദൈവമേ, സകലത്തെ നിയന്ത്രിക്കുന്ന അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് സ്വസ്ഥകരമായ ഒരു ജീവനം ചെയ്യാൻ എനിക്ക് കഴിയുന്നത് എന്ന് വ്യക്തിപരമായ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അത് ആത്മീയ വളർച്ചയെ കാണിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്, ചെറിയ മോളിക്കൂളുകളിലും അതിൽ പോലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട് എന്നൊരു ഭക്തൻ അവനത് പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിനത് മഹത്വമാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ ദൈവം പരമാധികാരി അല്ലെങ്കിൽ, ദൈവം പരമാധികാരി അല്ല എങ്കിൽ ഈ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ ഇത്ര നിയന്ത്രിതമായിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അല്ലേ, രാവിലെ നമ്മൾ പറയും സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുകയാണോ ലൈറ്റ് ഓഫ് ചെയ്തു? അങ്ങനെ അല്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്നത്? സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ? എന്നിട്ട് അല്ലല്ല, ആന്നു. സൂര്യൻ കറങ്ങുന്നൊന്നുമില്ല, ഭൂമിയാണ് കറങ്ങുന്നത്. ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു, സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പായാലോ? ഇതെങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നേ? ആരാ കൊണ്ടുപോകുന്നേ? ദൈവം അല്ലെങ്കിൽ പിന്നെ ആരാ കൊണ്ടുപോകുന്നേ? പിശാച്. ചിന്തിക്കണം. അതാണ് വചനത്തിൽ സഹൃത്തിൽ പറഞ്ഞത്, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും. ഞാനിത് തമാശയായിട്ട് പറഞ്ഞല്ലോ. ദൈവത്തെ സ്തുതിക്കാൻ ഇവിടെ നിൽക്കുന്ന വർഷിപ്പ് ലീഡറിൻ്റെ പ്രേരണ കൂടാതെ സ്തുതിക്കാനുള്ള കാര്യങ്ങൾ ഞാനീ പറയുന്നത്. അപ്പോൾ നാളെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആവും. അല്ലെ, ഇവിടെ നിൽക്കുന്ന ഏത് ദൈവദാസനാണോ അവർക്ക് കാര്യങ്ങൾ ഈസി ആകും. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും, ഒന്ന് വായിച്ചാ ആൻറ്റി. ആ ആ ആ ഓ വി പ്രൈസ് യു ലോർഡ് എന്ന് പറയാൻ കഴിയും. നീ നിന്റെ വിരലുകളുടെ പണിയായ ആകാശം, വിരലുകളുടെ പണിയായ ആകാശം. നമ്മൾ പറയുന്നു മനുഷ്യൻ്റെ ശരീരത്തിന്മേലാണ് ദൈവത്തിൻ്റെ വിരലുകൾ പതിഞ്ഞെന്ന് പറയും. സങ്കീർത്തനക്കാരന് അതിനെക്കാട്ടിൽ വെളിപ്പാടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയാനോ ആകാശവും അങ്ങനെ തന്നെ സൃഷ്ടിച്ചേ, വിരലുകളുടെ പണിയായ ആകാശം. നീ ഉണ്ടാക്കിയ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എത്രയാണെന്ന് അറിയില്ല. ഓർക്കുമ്പോൾ, നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. ആമേൻ 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 ആമേൻ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറഞ്ഞ ഭൂമി എൻ്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളിന് മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളിന്മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. Oh, we praise you Lord, praise you Lord, praise you Lord, praise you Lord. ഞാൻ പറഞ്ഞത് ദൈവമല്ല നിയന്ത്രിക്കുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ഇത് നടക്കാൻ പോകുന്നതെന്നുള്ളത് മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. യെശയ്യാപ്രവചനം 64:6 ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 64:6. ഇതാണ് ക്രിസ്തുവില്ലാത്തൊരു മനുഷ്യൻ്റെ സാക്ഷ്യം. ശരിയല്ലേ? ഞാൻ ഒന്നും തെറ്റായി പറഞ്ഞില്ലല്ലോ. ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയും അവൻ്റെ ദൈവത്തിന് മുമ്പിലുള്ള നിൽപ്പിതാണ്. ദൈവം പരമാധികാരിയാണെന്ന് കൊണ്ടും തന്നെ അവൻ പരിശുദ്ധനായതുകൊണ്ട് പറയുക, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെ കറപുരണ്ട തുണി പോലെയാണ്. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. ഇനി ഒരു വാക്യം കൊണ്ട്, അനേക വാക്യങ്ങളുണ്ട്. യെരമ്യാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഹൃദയം എല്ലാറ്റിലേക്കാളും, ആരുടെ ഹൃദയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? മനുഷ്യൻ്റെ ഹൃദയം എല്ലാറ്റിലേക്കാളും കപടവും വിഷമവും ഉള്ളത് അതാണ്. The heart is more deceitful than all else and is desperately sick. Desperately sick. യാതൊന്നിനാലും സൗഖ്യം വരുവാൻ കഴിയാതെ വണ്ണം അത്രയ്ക്ക് അസുഖമുള്ളതാണ് ദൈവത്തെ കൂടാതെ ഉള്ള ഒരുവൻ്റെ ഹൃദയം. ഇങ്ങനെയുള്ള മനുഷ്യരുടെ മേൽ
ദൈവം നിയന്ത്രണം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ, ദൈവമല്ല നിയന്ത്രിക്കുന്നത് എല്ലാത്തിനും, മനുഷ്യരാണ് നിയന്ത്രിക്കുന്നിരിക്കട്ടെ, എവിടെ ചെന്ന് അവസാനിക്കും ഇത്? അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. മനുഷ്യൻ അധികാരത്തിലിരിക്കുന്നുവെങ്കിലും ഓരോ അധികാര സ്ഥാനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും അത് വക്രിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ, പക്ഷെ ഇതിനെയൊക്കെ ആക്കിയിരിക്കുന്നത് ദൈവമാണ്. ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഇവിടെയുള്ള പ്രസിഡന്റിന് കയ്യിലൊരു സൂട്ട് കേസുണ്ട്, കയ്യിലല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത സെക്രട്ടറിയുടെ ഒരു സൂട്ട് കേസുണ്ട്. അതെന്തിൻ്റെയാണെന്നറിയാമോ? ന്യൂക്ലിയർ എന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു സമയദൂരത്തിന് വെപ്രാളം പിടിച്ച് അത് തുറന്ന് എന്തെങ്കിലും ചെയ്താൽ ഇവിടെ പല പരിപാടികൾ നടക്കും, അല്ലേ? പക്ഷെ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാ? അവരുടെ മനസ്സാണോ? അവർ നമ്മൾ മനുഷ്യനെ പോലെയല്ലേ? ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രഷർ ഭയങ്കരമല്ലേ? എന്നാൽ പിന്നെ കണ്ടുകളയാന്ന് പറഞ്ഞ് സംഭവം ഫുട്ബോൾ അടിക്കുന്ന പോലെ അവനത് തുറന്നിട്ട് അവൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താലോ, അല്ലേ? പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാ? അവരാണോ? അവരുടെ നെഗോഷിയേഷൻ പവറാണോ? അല്ല, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അവനെ ആക്കിയതും ദൈവം തന്നെയാണ്. അങ്ങനെയാണ് നിയന്ത്രിക്കുന്നതും ദൈവം തന്നെയാണ്. രാജാക്കന്മാരെ ആക്കുന്നതും നീക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടേ, യഹോവയാ വാഴുന്നേ. നമുക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ദൈവം അവനെ ആക്കിയത് കൊണ്ട് ദൈവം വാഴുന്നതെന്ന് ഒരു ദൈവ പൈതൽ വിശ്വസിക്കും. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ ലോകത്തിൽ, അതായത് പിശാചിൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ, ആരാണ് ഇതിനെയൊക്കെ ഒരു ഓർഡറിൽ കൊണ്ടുപോകുന്നത്? അത് മറ്റാരുമല്ല, ഞാൻ പിതാവേ എന്ന് വിളിക്കുന്ന നാം അബ്ബാ പിതാ എന്ന് വിളിച്ച് അടുത്ത് വരുന്ന നമ്മുടെ ദൈവം തന്നെയാണ്. നമ്മൾ പിന്നെ കണ്ടു ഗോഡ് സോവറിനിറ്റി ഓവർ ഇനാനിമേറ്റ് മാറ്റേഴ്സ്, അതായത് നിർജ്ജീവമായ ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ പരമാധികാരം. അതായത് ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഭൂമിയിൽ നിന്ന് പുല്ലും ഒക്കെ മുളച്ചു വരട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ആ മണ്ണിൽ നിന്ന് മുളച്ചു വരികയാണ്. അല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കുഴച്ചുണ്ടാക്കുകയല്ല. ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്നും ജീവനുള്ള പദാർത്ഥങ്ങളിൽ നിന്നും എന്താ ഇത് സൃഷ്ടിച്ചു വരികയാണ്. അന്ന് വരെ പെയ്യാത്ത മഴ പെയ്തു നോഹയുടെ കാലത്ത്. ഫറവോൻ്റെ മേൽ ബാധകൾ ചിലത് നാം ചിന്തിക്കുമ്പോൾ ഇരുട്ടുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അവർ ഇരുട്ടുണ്ടായിട്ട് 3-4 ദിവസം ഇരുന്നിടത്ത് എഴുന്നേറ്റില്ല. കാരണം തൊടാൻ തക്കവണ്ണം ഇരുട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കട്ടിയുള്ള കൂരിരുട്ട്. ഇതാരാ സൃഷ്ടിച്ചത്? കന്മഴ ദൈവം ആ സമയത്ത് പെയ്ച്ചതായിട്ട് നമുക്ക് കാണാം. ഭൂമി പിളർന്ന് കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിയത്. നെബൂഖദ്നേസറിൻ്റെ ഭൃത്യന്മാർ ഈ എബ്രായ ബാലന്മാരെ തീക്കകത്തിട്ടിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. ഈ കൊണ്ടുപോയവരെ തീ വിഴുങ്ങി. ഇതിന്മേൽ നിയന്ത്രണം ആർക്കാ? അവരുടെ വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണെങ്കിലും അതിന്മേലുള്ള അധികാരമാർക്കാ? ഇതിങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ ആയിരിക്കണോ സംഭവിക്കേണ്ടത്? 4ാമതായ ഒരാളെന്തിനാ ഇറങ്ങുന്നേ? ഇതാരാ നിശ്ചയിച്ചത്? കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിച്ചില്ലേ? ഇന്നാനിമേറ്റ് ആയിട്ടുള്ള, അതായത് ജീവനിലെ നിർജ്ജീവമായ പദാർത്ഥങ്ങളും മേൽ അത്യശപിച്ചില്ലേ ദൈവം? കർത്താവ് അത്യശപിച്ചു. അത് ഉണങ്ങിപ്പോയി എന്ന് പിറ്റേ ദിവസം ശിഷ്യന്മാർ പറയുകയാണ്. യുക്തിരഹിതരായ ജീവികളിന്മേൽ ദൈവത്തിൻ്റെ പരമാധികാരമുണ്ട്. നോഹയുടെ പെട്ടകത്തിലേക്ക് മൃഗങ്ങൾ വരിവരിയായി വരുന്നു എന്ന് ഓർത്തു നോക്കിക്ക്. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. ഈരണ്ടായിട്ട് നടന്നു വരിക. നോഹ ഓടിച്ചെന്ന് ആനയൊന്നും ഓടിച്ചുകൊണ്ട് വരികയല്ലായിരുന്നു, അല്ലേ? അങ്ങനെയാണ് എന്തുമാത്രം ആനയെ ഓടിക്കണം, എന്തുമാത്രം മൃഗങ്ങളെ ഓടിക്കണം. ഇതെല്ലാം ഈരണ്ടായിട്ട് വന്നു. നോഹയോട് പറഞ്ഞ് ആ പെട്ടകം ഒന്ന് തുറന്നു വെച്ച് കൊടുത്താൽ മതി, ഞാൻ ഒന്ന് കയറ്റിക്കോളാം, അല്ലേ? ദൈവമാ ഇതെല്ലാം ചെയ്തേ. നോഹയുടെ പെട്ടകത്തിലേക്ക് മൃഗങ്ങൾ ഈരണ്ട്. ഫറവോൻ്റെ ദേശത്ത് തവളകൾ പോയി. അതാ പറഞ്ഞേ, കിടപ്പുറയിലും അവൻ്റെ അടുക്കളയിലും തൊട്ടിയിലും പാവ് ഉഴയ്ക്കുന്ന തൊട്ടിക്കകത്തെല്ലാം തവള കയറി. ഹല്ലേലൂയ. നായീച്ച പെരുകി, വെട്ടുകിളി പെരുകി. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 6:12 പെട്ടകവുമായി ഈ പശുക്കൾ ബത്ശേമയിലേക്ക് പോയത് ഒരാളും അതിനെ തെളിച്ചില്ല. അത് നേരെ പോയെന്ന് എഴുതിയിരിക്കുന്നു. വഴി തെറ്റിയില്ല. ഇതിൻ്റെ മേലൊക്കെ അതുപോലെ പത്രോസ് ചൂണ്ടയിട്ടപ്പോൾ ആ മീൻ തന്നെ വന്ന് കുത്തി, അല്ലേ? ഒരു തിമിംഗലത്തെ നമ്മുടെ പ്രവാചകനെ വിഴുങ്ങാൻ കൽപ്പിച്ചല്ലോ. അതിനെക്കൊണ്ട് പറയുകയാണ്, ഇന്ന സ്ഥലത്ത് കൊണ്ട്
ഛർദ്ദിക്കാൻ പറഞ്ഞാൽ അത് അതുപോലെ ചെയ്തു. ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ദൈവത്തിന്? ഈ മൃഗങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രവാചകൻ്റെ പോഷത്തെ മാറ്റാൻ വേണ്ടി ഒരു കഴുതയോട് പറഞ്ഞാടാ, ഇന്ന് മാത്രം ഈ ഒരു സെക്കൻഡ് മാത്രം നീ സംസാരിക്കും. അതുവരെ ഒരു കഴുതയും സംസാരിച്ചിട്ടില്ല. പ്രവാചകൻ്റെ പോഷത്വം ദൈവം മാറ്റാൻ ഒരു കഴുതയെ കൊണ്ട് സംസാരിച്ചു. ദൈവം ആരാ പ്രിയമുള്ളവർ? അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ വിഷയങ്ങൾ എന്തോ ഉണ്ട് ദൈവത്തിന്. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്ന ഏലിയാവിനോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നാൽ മതി, വെള്ളം അവിടെ നിന്ന് കുടിച്ചോണം. മറ്റ കാര്യം ഞാൻ ഏറ്റുന്നു. കാരണം ആ ഏലിയാവിന് പേഴ്സണലി സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്നാൽ വെള്ളം കൂടെ ഇങ്ങ് താ എന്ന് പറയാമോ ഏലിയാ? നോ. ചിലത് ദൈവം പറയാം, നീ തന്നെ തോട്ടിലിറങ്ങി കുടിക്കണം. പക്ഷേ മറ്റേ നിനക്ക് കഴിയാത്തൊരു കാര്യമുണ്ടല്ലോ, അത് ഞാൻ ഏറ്റു. അതിനകത്തൊക്കെ അടയാളം ഇല്ലേ നമുക്കല്ലേ? ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു അടയാളം കാണുമല്ലോ, ഒരു സൈൻ എന്തോ കാണിക്കല്ലേ അത്. സംതിങ് ഗാഡ് ട്രൈങ് ടു പ്രൂവ് us today also that he is sufficient. അവൻ മതിയായവനെന്നല്ലേ കാണിക്കുന്നത്. he is sufficient. മനുഷ്യപുത്രന്മാരുടെ മേലുള്ള ദൈവ നിയന്ത്രണം, പരമാധികാരം, അതൊരു കോംപ്ലക്സ് ആയ വിഷയം. ഈ മൃഗങ്ങളുടെ മേലൊക്കെ ദൈവത്തിന് ഈസി ആയിട്ട് നിയന്ത്രണം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അനുസരിക്കാൻ ഏറ്റവും താമസം ആർക്കാണെന്നറിയും? മനുഷ്യനാണ്. അത് നമ്മുടെ പ്രവാചകനോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ പുള്ളി നേരെ ഓപ്പോസിറ്റ് പോയി. മൃഗം പറഞ്ഞു, എടാ അവനെ വിഴുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അത് ഉടനെ വിഴുങ്ങി. അത് നേരെ ഓപ്പോസിറ്റ് പോയോ? ഈ കമ്മ്യൂണിക്കേഷൻ രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ലേ? രണ്ടും ദൈവമാണ് പറഞ്ഞേ. പക്ഷേ ഇതാ നേരെ ഒരുത്തൻ തിരിച്ചങ്ങോട്ട് പോയി, ഒരുത്തൻ വേണ്ടി ഇങ്ങോട്ടും വന്നു. ഒരു പുഴുവിനോട് കൽപ്പിച്ചെന്ന് അവിടെ കൽപ്പിച്ച് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പുഴുവിനോട് കൽപ്പിച്ചെന്ന് അവൻ്റെ ആവണക്കം കുത്തിക്കളഞ്ഞേക്കാൻ. എന്നാൽ ഒരു കൽമഴ അങ്ങ് പെയ്ച്ചാൽ പോരായിരുന്നു? ശരിക്കും ഒരു വെയിലും കൊടുത്താൽ പോരായിരുന്നു? ഇതൊക്കെ ഉണങ്ങിപ്പോകത്തില്ലേ? അല്ലേ ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പോരാന്? ഉണങ്ങട്ടെ, ഉണങ്ങി. ഇത് തന്നെ പുഴുവിനോട് കൽപ്പിച്ചു. എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ ഈ പുഴുവിനോട് കൽപ്പിക്കുന്നത്? God does everything for his purpose. അതിനകത്തെല്ലാം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. കാരണം അവൻ സകലത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള ദൈവമാണെന്നും ചെറിയൊരു പുഴുവിനോടുകൂടെ അവന് സംസാരിക്കാൻ പറ്റുമെന്നും അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം? അതോ ഞാൻ വെറുതെ പറയുന്നതാണോ? ഇത് വചനത്തിൽ എഴുതി തന്നിരിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ്റെ മഹത്വം നമുക്കൊന്ന് ഓർത്ത് അവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. സകലത്തിൻ്റെ മേലും അവൻ്റെ പരമാധികാരം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഈ മനുഷ്യൻ്റെ ഒരു വിഷയം, മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയം, മനുഷ്യന് വില്ലുണ്ടെന്നാണ് വചനത്തിലുള്ള അല്ലേ? ഇച്ഛാശക്തിയുണ്ട്, സ്വതന്ത്ര ഇച്ഛാശക്തിയുണ്ട്, വിൽ പവറുണ്ട്. അത് കാരണം പലപ്പോഴും ഈ ദൈവത്തിൻ്റെ പരമാധികാരത്തെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാം. നമ്മൾ വിചാരിക്കും ഒരു കാര്യം ഇങ്ങനെ ആ മനുഷ്യൻ ചെയ്തത്, ദൈവം പരമാധികാരിയാണെങ്കിൽ അവനങ്ങനെ ചെയ്യുമോ? അല്ലേ? ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യുന്നത് മൃഗമാണോ മനുഷ്യനാണ്? മൃഗത്തെക്കാൾ അധമനായി മനുഷ്യൻ ചില പ്രവർത്തികൾ ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം പരമാധികാരിയാണെന്ന് നീ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ദൈവം പരമാധികാരിയാണെന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് അനേക വിഷയങ്ങളുണ്ടല്ലോ, നികൃഷ്ടമായ അനേക വിഷയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു? പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷെങ്കിൽ വചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം അല്ലേ? അത് നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ചിന്തിക്കണം. ചോദ്യം ഇതാ: either God governs or he is governed. ഒന്നുകിൽ ദൈവം ഭരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഭരിക്കപ്പെടുന്നു. ഇതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. either God rules or he is ruled. അല്ലേ? ഇത് ഇടയിൽ ഒരു ഗ്രേ ഏരിയ ഉണ്ടോ? രണ്ടുപേരോട് ഒരുമിച്ച് ഭരിക്കൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ പിശാചിൻ്റെ ആത്മാവും ദൈവാത്മാവോട് ഇരിക്കുമോ? നോ. ദൈവപൈതലാണെങ്കിൽ ദൈവാത്മാവിനാൽ ആവസിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണവൻ. അവൻ്റെ ഉള്ളിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ വാസമാണുള്ളത്. കർത്താവ് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. ദൈവപൈതലാണെങ്കിൽ either God rules or he is ruled. Either God has his way or men has his way. ഇതിലേത് നമ്മൾ വിശ്വസിക്കും? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാം, ദൈവമേ നീ പരമാധികാരി എന്ന് നമുക്ക് പറയാം. ബട്ട് ദൈനംദിന ജീവിതത്തിൽ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ
അത് തന്നെ ഉയർത്തിപ്പാടാൻ എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.